ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മൾ ഇന്ന് 115/2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സെപ്റ്റംബറിൽ നടന്നിട്ടുള്ള എക്സാം ആണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കി പോവാം. അപ്പോൾ ക്ലാസ്സിലേക്ക് അടുക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അതുപോലെ തന്നെ ക്ലാസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കുന്നവർ ആദ്യം തന്നെ ലൈക്ക് ചെയ്ത് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം ഏതെന്നാണ് കേട്ടോ. ഓക്കെ, താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം ഏതാണ് നമുക്കറിയാം, സ്വദേശി പ്രസ്ഥാനാണ് അല്ലെ. അടുത്തത് 1857 കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കളെയും അവർ നേതൃത്വം കൊടുത്ത സ്ഥലങ്ങളും താഴെ സൂചിപ്പിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക എന്നുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഈ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ട് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്, നോക്കണേ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. കാൺപൂർ നാനാ സാഹിബ് എന്നുള്ളതാണ് ആൻസർ. 1857 കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കളുടെയും അവർ നേതൃത്വം കൊടുത്ത സ്ഥലങ്ങളുമാണ്. അപ്പൊ ശരിയായ ജോഡി ഇതിൽ കാൺപൂർ നാനാ സാഹിബ് എന്നുള്ളതാണ് കേട്ടോ. ബാക്കിയുള്ള തെറ്റായ ഓപ്ഷൻ ഒക്കെ നോക്കാം. ആര് അല്ലെങ്കിൽ ബീഹാറിൽ ആരാണ്? വാജിദ് അലി ഷാ എന്നാ കൊടുത്തിട്ടുള്ളത്. തെറ്റാണല്ലേ, നമുക്കറിയാം കൻവർ സിംഗ് ആണ് അല്ലെ, കൻവർ സിംഗ് ആണ്. അതുപോലെ ലക്നൌല് ബീഗം അസ്രത്ത് മഹലാണ് കേട്ടോ. ബീഗം അസ്രത്ത് മഹലാണ് ലക്നൗ. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ളാണ്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക എന്നാണ് കേട്ടോ. ഇതിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ്. ഓക്കെ, ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണെന്നാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോങ് മാർച്ച് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലോങ് മാർച്ച് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് വിപ്ലവമാണ്? നമുക്കറിയാം ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടാണ് ലോങ് മാർച്ച്. അടുത്ത ക്വസ്റ്റ്യൻ, 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആരാണ് കേട്ടോ. 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആരായിരുന്നു? നമുക്കറിയാം AK ഗോപാലനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത ആരാണ്? സഫ്രീന ലത്തീഫ് ആണ്. അടുത്തത്, ഹവായ്, ഫ്രഞ്ച് പൊളിനേഷ്യ, സോമോഹ എന്നീ ദ്വീപ സമൂഹങ്ങൾ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഏതൊക്കെയാണ്? ഹവായ്, ഫ്രഞ്ച് പോളിനേഷ്യ, സോമോഹ എന്നീ ദ്വീപ സമൂഹങ്ങൾ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണെന്നാണ് കേട്ടോ. ഏതാണ്? ശാന്ത സമുദ്രത്തിന്റെ ഭാഗമാണ്. അടുത്തത്, വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഭ്രംശമേഖല കൂടുതൽ ഭൂകമ്പങ്ങൾക്ക് വിധേയമാകുന്നതിന്റെ കാരണങ്ങൾ ശരിയായവ കണ്ടെത്തുക എന്നാണ്. അപ്പൊ ഇതിന്റെ കാരണങ്ങൾ ശരിയായവ കണ്ടെത്താനാണ്. ഇതിൽ ഓപ്ഷൻ സി ആണ്, അതായത് 2ഉം 4ഉം ശരിയാണെന്നുള്ളതാണ് കേട്ടോ. അതായത് ഉപരിതല ഫലകങ്ങളുടെ ചലനം കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ദുർബലമായ ഫലക അതിരുകളുമാണ്. അടുത്തത്, ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യൻ ബഹിരാകാശ സംഘടന ISRO വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം എന്ത് പേരിൽ അറിയപ്പെടുന്നു? എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഭുവനാണ്, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത്, ദേശീയ ജലപാതകളുടെ പ്രാധാന്യം വർദ്ധിക്കുകയും പുതിയ പ്രദേശങ്ങൾ ജലപാതകളുടെ ഭാഗമാവുകയും ചെയ്യുന്നു. ഇതിൽ ദേശീയ ജലപാത 5 NW5 ബന്ധിപ്പിക്കുന്ന പ്രധാന മേഖലകൾ ഏതെല്ലാം എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ദേശീയ ജലപാതകൾ പഠിക്കണം. ഏതാണ്? ഓപ്ഷൻ ഡി, ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ധാതു സമ്പത്തിന്റെ നല്ലൊരു ഭാഗവും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായി കാണപ്പെടുന്നു. കോർബ, ദന്തേവാഡ തുടങ്ങിയ ഖനന മേഖലകൾ ഏത് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്? ഏത് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്? ഓപ്ഷൻ സി, ഛത്തീസ്ഗഡിന്റെ ഭാഗമാണ് കേട്ടോ. 2024 ജനുവരിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മഡഗാസ്കർ ദ്വീപ സമൂഹങ്ങളിൽ നാശനഷ്ടം വിതച്ചിരുന്നു. ഈ ചുഴലിക്കാറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? 2024 ജനുവരിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മഡഗാസ്കർ ദ്വീപ സമൂഹങ്ങളിൽ നാശനഷ്ടം വിതച്ചിരുന്നു. ഈ ചുഴലിക്കാറ്റ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ്? ഓപ്ഷൻ ബി, അൽവാരോ എന്നാണ് കേട്ടോ. അൽവാരോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്, ഈ അൽവാരോ എന്ന് പേര് നൽകിയത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൊസാംബിക് ആണ് കേട്ടോ. മൊസാംബിക്. അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏതെന്നാണ് കേട്ടോ. ഇതിൽ തെറ്റായ ജോഡി ഏതെന്നാണ്? സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വ്യാവസായിക നയം 1986 എന്നുള്ള ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? അതായത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യാവസായിക നയം പ്രഖ്യാപിച്ചത് 1948 ഏപ്രിൽ 6നാണ്. 1948 ഏപ്രിൽ 6നാണ് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, അപ്പൊ ആരാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്ന ശ്യാമപ്രസാദ് മുഖർജിയാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇന്ത്യ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥ ആയിരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഈ ഒരു നയത്തിലൂടെയാണ്.
ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്താണ് ശരിയായ പ്രസ്താവനകളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 15ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ തന്നിട്ടുള്ളവയിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ട ആശയം ഏതെന്നാണ് കേട്ടോ. ഓക്കെ, ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ട ആശയങ്ങള് ഓപ്ഷൻ എ 1, 2 ആണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ? സമ്പത്തിനെ കുറിച്ചുള്ള പഠനവും ലെസേ ഫെയർ സിദ്ധാന്തം അവതരിപ്പിച്ചതും ആരാണ്? ആഡം സ്മിത്ത് ആണ്. മിച്ചമൂല്യ സിദ്ധാന്തം ആരുടേതാണ്? കാൾമാക്സിന്റേതാണ് കേട്ടോ. കാൾമാക്സിനെ ദാസ് ക്യാപിറ്റൽ എന്ന പുസ്തകത്തിലൂടെയാണ് ഈ ഒരു മിച്ചമൂല്യ സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ കാൾമാക്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് കേട്ടോ. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ 1, 2, 3 ഉൾപ്പെടുന്ന പ്രസ്താവനകളാണ് കേട്ടോ പഠിക്കണേ. അപ്പൊ ഏതൊക്കെയാണ് പ്രസ്താവനകൾ? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദന വർധനവ്, ഭക്ഷ്യ സ്വയം പര്യാപ്തത, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ഒക്കെ എന്താണ്? ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ളവർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുള്ളവർ ആരെല്ലാം എന്നാണ് കേട്ടോ. ആരൊക്കെയാണ് ഇതില്? ഓപ്ഷൻ ബി ആണ്. 1, 2, 3 പേരും എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ RBIയുടെ ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുള്ളവരാണ്. ശക്തികാന്ത ദാസ്, KR പുരി, മൻമോഹൻ സിംഗ് ഇവരെല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ളവരിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇനി ഇതില് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിക്കുന്നത്. ആൻസർ ആയിട്ട് വരുന്നത് 2, 3 ആണ്. ഓപ്ഷൻ ബി ആണ് 2, 3 എന്നുള്ളതാണ്. ഓക്കെ, ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്കി വ്യവസായം. ഇരുമ്പുരുക്കി വ്യവസായത്തിൽ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി. ഇത് രണ്ടും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഒന്നാമത്, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണെന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്താണ് ഒന്നാമത്തെ പ്രസ്താവനയിൽ എന്താണ് തെറ്റുള്ളത്? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ഒരു സ്വകാര്യ മേഖല വ്യവസായശാല ആണ് കേട്ടോ. പൊതുമേഖലാ സ്ഥാപനമല്ല. ഓക്കെ, സ്വകാര്യ മേഖലാ സ്ഥാപനമാണ്. അടുത്തത്, ചുവടെ തന്നിട്ടുള്ള 2024 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതാണ്? 2024 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് കേട്ടോ. ഏതൊക്കെയാണ്? ഓപ്ഷൻ എ 1, 3 എന്നുള്ളതാണ്. ഓക്കെ, 3 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. അതുപോലെ 7 ലക്ഷം മുതൽ 15 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനത്തിന് 30% നികുതി. ഓക്കെ, ഇത് രണ്ടുമായിരുന്നു കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. അടുത്ത്, താഴെ തന്നിരിക്കുന്നതിൽ ആരൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ കേട്ടോ. ഓക്കെ, ആരൊക്കെയായിരുന്നു? ഓപ്ഷൻ എ HC മുഖർജിയും VD കൃഷ്ണമാചാരിയായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ. ഓക്കെ, അടുത്തത്, ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത്? ഏതായിരുന്നു? നമുക്കറിയാം, ഓപ്ഷൻ ബി അയർലാൻഡിൽ നിന്നാണ് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ഓപ്ഷൻ സി 360-ലാണ്. അടുത്തത്, 1985 പാസ്സാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്ത 52-ാം ഭേദഗതി ഏത് വിഷയമാണ് പ്രതിപാദിക്കുന്നത്? 52-ാം ഭേദഗതി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് കേട്ടോ. കൂറുമാറ്റ നിരോധന നിയമവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ചുവടെ തന്നിരിക്കുന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഇതിൽ ഏതൊക്കെയാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ വനം, വൈദ്യുതിയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ 2025 ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ. അപ്പൊ 2025 ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ആരാണ് 2025 ഓപ്ഷൻ ബി ഹീരാലാൽ സമരിയാണ് കേട്ടോ. ഹീരാലാൽ സമരിയാണ് 2025 ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ. ഓക്കെ, അപ്പൊ ഇപ്പോഴും ആരാണ്? ഹീരാലാൽ സമരി എന്നാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ്? നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ്? നിലവിലിപ്പോ കേന്ദ്ര റെയിൽവേ മന്ത്രി? അശ്വിനി വൈഷ്ണവ് ആണ്. ഓപ്ഷൻ സി.
അടുത്ത ക്വസ്റ്റ്യൻ, കൂറുമാറ്റം മൂലം അംഗത്തിന് അയോഗ്യത കൽപ്പിക്കുന്നതിന് 10ാം ഷെഡ്യൂളിലെ വ്യവസ്ഥകൾ പ്രകാരം ചുവടെ തന്നിരിക്കുന്നതിൽ ആർക്കാണ് അധികാരമുള്ളത്? കൂറുമാറ്റം മൂലം അംഗത്തിന് അയോഗ്യത കൽപ്പിക്കുന്നതിന് 10ാം ഷെഡ്യൂളിലെ വ്യവസ്ഥകൾ പ്രകാരം ചുവടെ തന്നിരിക്കുന്നതിൽ ആർക്കാണ് അധികാരം? അപ്പൊ അയോഗ്യത കൽപ്പിക്കാൻ അധികാരമുള്ളത് ആർക്കാണെന്നാണ് ചോദിച്ചത്. ഇതിൽ ഓപ്ഷൻ എ സ്പീക്കർക്കാണ് കേട്ടോ. അടുത്തത്, കേരളത്തിലെ ആരോഗ്യ വകുപ്പ് നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതി ഏതെന്നാണ് കേട്ടോ. അപ്പൊ ആരോഗ്യ സംരക്ഷണത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഏതാണ്? ഓപ്ഷൻ ബി ഉഷസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജില്ലയിലാണ് മനസ്വിനി എന്ന പേരിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്? അപ്പൊ മനസ്വിനി എന്ന പേരിൽ ആദ്യത്തെ അയൽക്കൂട്ടം രൂപപ്പെട്ടിട്ടുള്ളത് ഏത് ജില്ലയിലാണെന്നാണ്. ഓക്കെ, കോട്ടയം ജില്ലയിലാണ് കേട്ടോ. അപ്പൊ എന്താണ്? മനസ്വിനിയാണ്. മനസ്വിനി എന്ന പേരിലാണ്. ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സർക്കാർ സംസ്ഥാന രൂപീകരണത്തിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് ഇവരിൽ ആരാണെന്നാണ്. ഇപ്പൊ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ആരംഭിച്ച നവകേരള മിഷന്റെ ഉദ്ഘാടനം ചെയ്തത് ഇവരിൽ ആരാണെന്നാണ് കേട്ടോ. പി സദാശിവമാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആരായിരുന്നു സദാശിവം? അന്നത്തെ ഗവർണർ ആയിരുന്നു കേട്ടോ. അടുത്ത, താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ് 2 തവണ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ചിട്ടുള്ളത്? ഇതിൽ ആരാണ് 2 തവണ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ചിട്ടുള്ളത്? ഇതിൽ ആരാണെന്നാണ് കേട്ടോ. ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഡി ശ്രീദേവിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ 2025 പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? എന്താണ് ഇപ്പോഴത്തെ ഈ 2025 ചോദിച്ചത് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരെന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ ആൻസർ ഓപ്ഷൻ ബി ജസ്റ്റിസ് ജി ശശീന്ദ്രൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 33ാമത്തെ ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? അപ്പൊ 2025 ചോദിച്ചത് ആരാണ്? കെ സച്ചിദാനന്ദൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു മെയ് മാസം വരെ അദ്ദേഹം തന്നെ ആയിരുന്നു കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്. അപ്പൊ ഔദ്യോഗികമായി അദ്ദേഹം ഈ ഒരു പ്രസിഡന്റ് പദവിയിൽ നിന്നും രാജിവെക്കുകയുണ്ടായി. അപ്പൊ ഇതിനുശേഷം പുതിയൊരു പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിട്ടില്ല കേട്ടോ. ഇനി അടുത്തത്, തലച്ചോറിനെയും സുഷുമ്നെയും ആവരണം ചെയ്തു കാണുന്ന സ്ഥലം ഏതാണ്? തലച്ചോറിനെയും സുഷുമ്നെയും ആവരണം ചെയ്തു കാണുന്ന സ്ഥലം ഏതാണ്? മെനിഞ്ചസ് ആണ്. കാൽസ്യം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? കാൽസ്യം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഓസ്റ്റിയോപൊറോസിസ് ആണ് കേട്ടോ. അടുത്തത്, ചുവടെ നൽകിയിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത്? ഇതില് ബാക്ടീരിയ രോഗം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഏതാണ് ഇതിന്റെ ആൻസർ വരുന്നത്? ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, നിപ്പയാണ് കേട്ടോ. നിപ്പ വൈറസ് രോഗമാണ് നമുക്കറിയാം. അടുത്തത്, വൺ ഹെൽത്ത് പ്രോഗ്രാമിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? വൺ ഹെൽത്ത് പ്രോഗ്രാമിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഓക്കെ, എന്താണ് വൺ ഹെൽത്ത് പ്രോഗ്രാമിന്റെ പ്രധാന ലക്ഷ്യം? ഓപ്ഷൻ ഡി മനുഷ്യൻ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചിട്ടുള്ള സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുകയാണ് എന്ത്? വൺ ഹെൽത്ത് പ്രോഗ്രാമിന്റെ ലക്ഷ്യം. ഓക്കെ, അതായത് ഇത് ആഗോളതലത്തിലും പ്രാദേശിക തലത്തിലും നടപ്പിലാക്കി വരുന്ന ഒരു ആധുനിക ആരോഗ്യ സംരക്ഷണ സമീപനമാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അപ്പോ ഓപ്ഷൻ ഡി ആണ് ശരി കേട്ടോ. അടുത്തത്, കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? അപ്പൊ കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്നാണ് കേട്ടോ. അതീരോസ്ക്ലിറോസിസ് ആണ്. അടുത്തത്, കേരളത്തിൽ കടലിന്റെ സംഭരണ ശേഷി കുറയ്ക്കുന്നതിനുള്ള പ്രധാന കാരണം ഏതാണ്? കേരളത്തിൽ കടലിന്റെ സംഭരണ ശേഷി കുറയ്ക്കുന്നതിനുള്ള പ്രധാന കാരണം ഏതാണ്? മണൽ ഖനനാണ് കേട്ടോ. അടുത്തത്, ജനസീസ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഓർഗാനിക്സ് ഇൻ സ്പേസ് എന്ന 2ാം സിംബോസിയം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? ജനസീസ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഓർഗാനിക്സ് ഇൻ സ്പേസ് എന്ന 2ാം സിംബോസിയം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? ഏത് നഗരത്തിലായിരുന്നു സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? ഏതാണ്? ഓപ്ഷൻ എ ബാംഗ്ലൂർ ആണ് കേട്ടോ. ബംഗളൂരു. അടുത്തത്, കേരളത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ബട്ടർഫ്ലൈ സങ്കേതമായത് ഏത് പ്രദേശത്തിലാണ്? കേരളത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ബട്ടർഫ്ലൈ സങ്കേതമായത് ഏത് പ്രദേശത്തിലാണ്? ഏതാണ്? ഓപ്ഷൻ ബി അരളം വന്യജീവി സങ്കേതമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 42ാമത്തെ ക്വസ്റ്റ്യൻ, റഡാറിൽ നിന്നാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഡോറിൽ അല്ല. ഡോറിൽ ഉപയോഗിച്ചിരിക്കുന്നതാണ് അവിടെ ഉള്ളത്. റഡാറിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ്? റഡാറിൽ ഉപയോഗിച്ചിരിക്കുന്ന
വൈദ്യുത കാന്തിക തരംഗം ഏതെന്നാണ്? ഏതാണ്? ഓപ്ഷൻ ബി മൈക്രോവേവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പർവ്വത പ്രദേശങ്ങളിൽ വെള്ളത്തിന്റെ തിളനില ബോയിലിംഗ് പോയിന്റ് എന്താണ്? പർവ്വത പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറുന്നു? ഓപ്ഷൻ സി കുറയുന്നു എന്നാണ് കേട്ടോ. തിളനില കുറയാണ്, ബോയിലിംഗ് പോയിന്റ് കുറയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ജി ആണെങ്കിൽ ഭൂമിയുടെ അതേ ഭാരവും ഇരട്ടി ആരവും ഉള്ള ഒരു ഗ്രഹത്തിന്റെ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം എത്ര എന്നാണ് കേട്ടോ. അപ്പൊ എന്താണ്? ഭൂമിയുടെ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ജി ആണെങ്കിൽ ഭൂമിയുടെ അതേ ഭാരവും അതുപോലെ ഇരട്ടി ആരവുമുള്ള ഒരു ഗ്രഹത്തിന്റെ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം എത്ര എന്നാണ്. ഓക്കെ, അപ്പൊ എന്താണ് വരുന്നത്? ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. G/4 എന്നാണ് വരിക. ഓക്കെ, അപ്പൊ നമ്മൾ ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ എന്താ പഠിച്ചത്? Gm/r² ആണ് അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ്? ആ ഒരു ഇക്വേഷന് പകരമായിട്ട് 2r² എന്ന് വരുന്ന, എന്നിട്ട് അത് സോൾവ് ചെയ്ത് വരുന്നത് നമുക്ക് G/4 എന്ന് കിട്ടും കേട്ടോ. അടുത്തത്, അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി എന്നുണ്ട്. അപ്പൊ അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതെന്നാണ്? ഓക്കെ, അപ്പൊ ഇതിലെ ആൻസർ എന്താണ്? ഏതാണ് ആ പദ്ധതി? ഓപ്ഷൻ ഡി ആണ്, ജ്യോതി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽപാലം ആയ ചെനാബ് റെയിൽപാലം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പൊ ചെനാബ് റെയിൽപാലം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് കേട്ടോ. ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ സി ആണ്, ജമ്മു കാശ്മീരിലാണ്. അടുത്തത്, ഓരോ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവമുള്ള സംയുക്തങ്ങളെ വിളിക്കുന്ന പേര്. അപ്പൊ തന്മാത്രാ സൂത്രം സെയിം ആയിരിക്കും. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവമുള്ള സംയുക്തങ്ങളെ വിളിക്കുന്ന പേരെന്തെന്നാണ്? എന്താണ്? ഐസോമറുകളാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത്, വാതകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? മാനോമീറ്റർ ആണ്. ഇനി ആവർത്തന പട്ടികയിൽ 17ാം ഗ്രൂപ്പിൽ വരുന്ന മൂലക കുടുംബത്തിന് പറയുന്ന പേരെന്ത്? ഇപ്പൊ 17ാം ഗ്രൂപ്പിൽ വരുന്ന മൂലക കുടുംബത്തിന് പറയുന്ന പേരെന്ത്? ഇതാണ് ഹാലജനുകളാണ് അല്ലെ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ സെന്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ AI ഡാറ്റാ സെന്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ഛത്തീസ്ഗഡിലാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 51ാമത്തെ ക്വസ്റ്റ്യൻ, രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ ആരെന്നാണ് കേട്ടോ. ഓക്കെ, ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, അതായത് വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ വൈകുണ്ഠസ്വാമികളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഇതിൽ വൈകുണ്ഠസ്വാമികളെ കുറിച്ച് പറയുന്ന ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെന്നാണ് കേട്ടോ. ഇതിൽ ഓപ്ഷൻ ഡി ആണ്, 1ഉം 4ഉം എന്നാണ്. അതായത് ബ്രിട്ടീഷുകാരെ വെണ്ണീജൻ എന്ന് വിളിച്ചു. അതുപോലെ എന്താണ്? സ്വാമിത്തോപ്പിൽ ജനിച്ചു കേട്ടോ. അടുത്തത്, 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതായിരുന്നു? ജപ്പാനാണ് കേട്ടോ. അടുത്തത്, കേരള സംഗീതത്തിലെ അഗസ്റ്റൻ യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരുടെ ഭരണകാലത്തെയാണ്? കേരള സംഗീതത്തിന്റെ അഗസ്റ്റൻ യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരുടെ ഭരണകാലത്തെയാണ്? ആരാണ്? സ്വാതി തിരുനാളിന്റെ ഭരണകാലത്തെയാണ് കേട്ടോ. അടുത്തത്, താഴെ തന്നിരിക്കുന്നതിൽ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക എന്ന് സാഹിത്യ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ആനുകാലികം ഏതെന്നാണ് കേട്ടോ. അപ്പൊ ഇതിൽ ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക എന്ന് സാഹിത്യ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ആനുകാലികം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ വിദ്യാവിലാസിനി. ഇനി താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ഇതിൽ ശരിയായിട്ടുള്ള ജോഡികൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ഏതൊക്കെയാണ്? കല്യാണമൽ സർദാർ KM പണിക്കരുടേതാണ്. അതുപോലെ തന്നെ പ്രേമാമൃതം CV രാമൻ പിള്ള. അടുത്തത്, ഏത് ബഹിരാകാശ പേടകം വഴിയാണ് സുനിത വില്യംസും സഹയാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയത്? ഏതാണ്? ഓപ്ഷൻ ഡി ബോയിങ് സ്റ്റാർ ലൈനർ ആണ്. അടുത്തത്, 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2024ലാണ് ചോദിക്കുക, സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്? ഓപ്ഷൻ ഡി ഹാങ്കാങ്ങിനാണ്.
അത് ചുവടെ കൊടുത്തവയിൽ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത് ഏത്? ഇതില് മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത് ഏതാണ്? റാം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തവ പൊരുത്തപ്പെടുക. അതായത് ഇതിൽ ശരിയായിട്ടുള്ള ക്രമീകരണമാണ് ചോദിച്ചത്. 60ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ക്രമീകരണം. നോക്കാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉബുണ്ടു. DBMS പാക്കേജ് MySQL ആണ്. പിന്നെന്താണ്? ഇമേജ് എഡിറ്റർ ജിംബ്. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ലിബർ ഓഫീസ് ഇംപ്രസ്. അടുത്തത് താഴെ പറയുന്നവയിൽ ഗൈഡഡ് മീഡിയ അല്ലാത്തത് ഏത്? ഇതിൽ ഗൈഡഡ് മീഡിയ അല്ലാത്തത് ഏതെന്നാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ കേട്ടോ. അതായത് 2ഉം 4ഉം മാത്രം. മൈക്രോവേവും അതുപോലെ എന്താണ് ഇൻഫ്രാറെഡ് വേവും. അടുത്ത ക്വസ്റ്റ്യൻ, MS Edge എന്നത് എന്താണ്? ഓപ്ഷൻ എ വെബ് ബ്രൗസർ ആണ് കേട്ടോ. നമ്മുടെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശേഖരിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഏത് തരം സൈബർ കുറ്റകൃത്യമാണ്? നമ്മുടെ വിവരങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ ശേഖരിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഏത് തരം സൈബർ കുറ്റകൃത്യമാണ്? ഇത് സൈബർ സ്റ്റാക്കിംഗ് ആണ്. അടുത്തത്, വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കപ്പെട്ട വിവരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ നിരസിക്കുന്ന ഉത്തരവിൽ വ്യക്തമാക്കേണ്ട വസ്തുത ഏതെന്നാണ് കേട്ടോ. എന്താണ്? മേൽപ്പറഞ്ഞവയെല്ലാം എന്നാണ്. അതായത് അപേക്ഷ നിരസിക്കുന്നതിനുള്ള കാരണങ്ങൾ പറയണം, അപ്പീൽ അധികാരിയുടെ വിലാസം, അപ്പീൽ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഇതിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം ആണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ലോകസഭയിൽ 2019 ജൂലൈ 8-ന് അവതരിപ്പിച്ചു. അടുത്തത് എന്താണ്? ഉപഭോക്തൃ സംരക്ഷണം 2019 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ റദ്ദാക്കി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് പദവിയിലിരിക്കുന്ന ആളായിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷന് ഏത് പദവിയിലിരുന്ന ആളായിരിക്കണം എന്നാണ് ചോദിച്ചത്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയായിരിക്കണം. 2005 ഗാർഹിക പീഡന നിയമത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവയെ അധ്യായങ്ങളുടെയും വകുപ്പുകളുടെയും എണ്ണമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ അധ്യായങ്ങൾ 5 വകുപ്പുകൾ 37. അടുത്ത ക്വസ്റ്റ്യൻ, പോക്സോ നിയമപ്രകാരം വിവരങ്ങൾ നൽകേണ്ടത് ഇത് ഓപ്ഷൻ ബി അല്ലെങ്കിൽ സി എന്നാണ്. അതായത് ലോക്കൽ പോലീസിനോ അല്ലെങ്കിൽ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനോ. ബി അല്ലെങ്കിൽ സി. 2025 ജൂലൈ 1 മുതലുള്ള സാമ്പത്തിക കാര്യ സെക്രട്ടറി. 2025 ജൂലൈ 1 മുതലുള്ള സാമ്പത്തിക കാര്യ സെക്രട്ടറി ഓപ്ഷൻ ബി അനുരാധ താക്കൂർ ആണ്. അടുത്തത്, സ്വച്ഛതാ ഹി സേവ 2024 ക്യാമ്പയിൻ നടന്ന ഡേറ്റ് ആണ് ചോദിക്കുന്നത് കേട്ടോ. സ്വച്ഛതാ ഹി സേവ 2024 ക്യാമ്പയിൻ നടന്നത് എന്നായിരുന്നു? ഓപ്ഷൻ സി ആണ്. സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ. ഇനി വരുന്ന 10 ക്വസ്റ്റ്യൻസ് നമ്മുടെ മാത്സ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അത് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. 81ാമത്തെ ക്വസ്റ്റ്യൻ, നൈദർ ഓഫ് ദ ടു മെൻ ഡാഷ് വെരി ടാൾ. എന്താ ഇവിടെ ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. വാസാണ് വേണ്ടത്. ഓക്കെ. I have been living in the city dash 2015. എവിടാ വേണ്ടത്? സിൻസ് വേണം കേട്ടോ. വർഷം വന്നതുകൊണ്ട് തന്നെ അവിടെ സിൻസ് കൊടുക്കണം. അടുത്തത്, ഡാഷ് റോസ് ഈസ് ദ ലവ്ലിയസ്റ്റ് ഓഫ് ഓൾ ഫ്ലവേഴ്സ്. അപ്പൊ എന്താണ് ഇവിടെ ആർട്ടിക്കിൾ വേണ്ടത്? 83ാമത്തത് ദ ആണ് കൊടുക്കേണ്ടത് കേട്ടോ. ദ റോസ്. പിക്ക് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഫ്രം ദ ചോയ്സസ് ഗിവൺ ബിലോ. ഇവിടെ കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ള വേർഡ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാനാണ്. ഓപ്ഷൻ ബി ആണ് ഓപ്പർച്യൂണിറ്റിയിലെ. പിക്ക് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഇനി ഇവിടെ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് യുവർ ബ്രദർ പ്ലേസ് വെൽ. എന്താണ് ഇവിടെ വേണ്ടത്? അപ്പൊ ഇവിടെ പോസിറ്റീവ് ആണ് വന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് നെഗറ്റീവിലേക്ക് മാറ്റണം അല്ലെ. അപ്പൊ എന്ത് വരും ഇവിടെ? ഡസിന്റ് ഹി വരും. ഇനി വാട്ട് ഡു യു മീൻ ബൈ ദ ഇഡിയം എ പീസ് ഓഫ് കേക്ക്? എന്ന് പറഞ്ഞ ഇഡിയമിന്റെ മീനിങ് ആണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി സംതിങ് ദാറ്റ് ഈസ് വെരി ഈസി.
അടുത്തത് പിക്ക് ദ വേർഡ് ദാറ്റ് ഓപ്പോസിറ്റ് മീനിങ് ഇൻ ദ വേർഡ് ഓഫ് പ്രൊഫൗണ്ട്. പ്രൊഫൗണ്ട് എന്ന് പറഞ്ഞ വേർഡിന് ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വേർഡ് ഇതിൽ നിന്ന് നമ്മളോട് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞത്. ഏത് വരും? ഓപ്ഷൻ ബി ആണ്, സൂപ്പർഫിഷ്യൽ വരും ട്ടോ. അടുത്തത് ഫൈൻഡ് ദ കറക്റ്റ് ടെൻസ് ഫോം. ബൈ ദ എൻഡ് ഓഫ് ദിസ് വീക്ക് ഐ ഡേഷ് ഹിയർ ഫോർ 10 years. ഓക്കെ, അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ടെൻസ് ഫോം ആണ് ചോദിച്ചത്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ, വിൽ ഹാവ് വർക്ക്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ, 89ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു മീൻ ബൈ ദ ടേം മാഗ്നം ഒപ്പസ്? മാഗ്നം ഒപ്പസ് എന്ന് പറഞ്ഞ ടേമിന്റെ മീനിങ് എന്താണെന്നാണ്. ഓക്കെ, എന്താണ്? എന്താണ്? ഗ്രേറ്റ് വർക്ക് ആണ് കേട്ടോ, ഗ്രേറ്റ് വർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു കോൾ സംവൺ ഹൂ ഈസ് ബിഗിനർ ഇൻ എനി പ്രൊഫഷൻ? ഓക്കെ, അപ്പൊ എങ്ങനെയാ നമ്മൾ അവരെ വിളിക്കാം? എന്താണ്? നോയിസ് എന്നാണ് കേട്ടോ. അടുത്ത 10 ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ നിന്ന് വരുന്ന, അതുകൂടി നോക്കാം. ചേട്ടന്റെ പര്യായ പദം ഏത്? ചേട്ടൻ എന്നുള്ളതിന്റെ പര്യായ പദം ഏതാണ്? ഓപ്ഷൻ എ, അഗ്രജനാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അയക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന പദം ഏത്? അയക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന പദം ഏതെന്നാണ്. ഓക്കെ, ഇതിൽ ഓപ്ഷൻ ഡി, പ്രേക്ഷകനാണ്. അടുത്തത്, മൈറ്റ് ഈസ് റൈറ്റ് സമാനമായ മലയാളത്തിലെ ചൊല്ല് ഏത്? മൈറ്റ് ഈസ് റൈറ്റ് എന്ന സമാനമായ മലയാളത്തിലെ ചൊല്ലാണ് ഏതാണ്? കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിപരീത പദം തെറ്റായ ജോഡി ഏത്? വിപരീത പദം തെറ്റായ ജോഡി ഏതാണ്? ഓക്കെ, ഇതില് കാമം ക്രോധം എന്നുള്ളതാണ് കേട്ടോ. രാഗം ദേഷ്യം, ഹ്രസ്വം ദീർഘം, സഹിതം ഇതൊക്കെ ശരിയായിട്ടുള്ള ജോഡികളാണ്. ഭൂമി സമാനാർത്ഥമുള്ള പദമേത്? ഭൂമിയുടെ സമാനാർത്ഥമുള്ള പദമേത്? ഏതാണ്? ഓപ്ഷൻ ഡി, മേദിനിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ പൂജക ബഹുവചനം ഏതാണ്? ഇതിൽ പൂജക ബഹുവചനം ഏതാണ്? ഓപ്ഷൻ സി, 3ഉം 4ഉം, അതായത് സ്വാമികള് ഗുരുക്കള്. അടുത്ത ക്വസ്റ്റ്യൻ, ആഗമസന്ധിക്ക് ഉദാഹരണം ഏത്? ആഗമസന്ധിക്ക് ഉദാഹരണം ഇവിടെ തിരുവോണാണ് കേട്ടോ. ശരിയായ പദം ഏത്? ഇതിൽ ശരിയായിട്ടുള്ള പദം ഏതാണ്? മടയനാണ്. ഏവൾ പിരിച്ചെഴുതുക. ഏവൾ എന്നുള്ളത് പിരിച്ചെഴുതിയാൽ എങ്ങനെ വരും? ഓപ്ഷൻ സി, എ പ്ലസ് അൾ. അടുത്ത ക്വസ്റ്റ്യൻ, നിരൂപകൻ സ്ത്രീലിംഗ പദം ഏത്? നിരൂപകൻ എന്നുള്ളതിന്റെ സ്ത്രീലിംഗ പദമാണ് ഓപ്ഷൻ ഡി, നിരൂപക. നിരൂപികയല്ല, നിരൂപിനിയല്ല, നിരൂപകിയല്ല, നിരൂപക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ്. ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.